ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ജർമ്മനിയിലുള്ള ലിഡിൽ സൂപ്പർ മാർക്കറ്റിൽ കയറുന്ന വീഡിയോ ആണ്. ലിഡിൽ സൂപ്പർ മാർക്കറ്റ് യൂറോപ്പിൽ ഒട്ടനവധി സ്ഥലങ്ങളിലുണ്ട്. അപ്പോൾ ഓരോ രാജ്യത്തും എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇറ്റലിയിലാണെന്നുണ്ടെങ്കിൽ അവിടുത്തെ മൂല്യം അനുസരിച്ചിട്ടായിരിക്കും അവിടുത്തെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നതെന്ന് വെച്ചാൽ യൂറോ തന്നെ. പക്ഷെ എങ്കിൽ പോലും ഇറ്റലിയിൽ ജർമ്മനിയെക്കാളും ശമ്പളം കുറവായതുകൊണ്ട് അവിടെ അപ്പോൾ റേറ്റ് കുറവായിരിക്കും, ഓഫർ കൂടുതലായിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. ജർമ്മനിയിലാകുമ്പോഴത്തേക്ക് എല്ലാവർക്കും നല്ല ശമ്പളം ഉള്ളത് കൊണ്ട് ഓഫറൊന്നും വലിയ കാര്യമായിട്ട് ഉണ്ടാകത്തില്ല. പക്ഷെ എല്ലാത്തിനും നല്ല റേറ്റും ആയിരിക്കും. അത് വെച്ച് കമ്പാരിസൺ ചെയ്ത് വെച്ച് നോക്കുവാണെന്നുണ്ടെങ്കിൽ ഇവിടെ വില കൂടുതലും അവിടെ വില കുറവും ആയിരിക്കും. എനിവേ, ലിഡിലിന്റെ എല്ലാ ബ്രാഞ്ചസിലും ഒരേ പാറ്റേൺ, ഒരേ കളർ പാറ്റേൺ, ഒരേ മോഡലിലാണ് അത് ചെയ്തിരിക്കുന്നത്. ലിഡില് ശരിക്കും പറഞ്ഞാൽ നമുക്ക് സാധാ ലോക്കൽസ് അവിടെയുള്ള ആൾക്കാരെല്ലാവരും മേടിക്കുന്ന കൂടുതലും ലിഡിൽ നിന്ന് ആയിരിക്കും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഒട്ടനവധി എന്ന് വെച്ചാൽ വില തുച്ഛം പ്രൊഡക്റ്റ് മെച്ചം എന്ന് പറയുന്ന മാതിരി ഒട്ടനവധി കാര്യങ്ങൾ, ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ ഇവിടുന്ന് കിട്ടും. നമുക്ക് നല്ല ഫ്രൂട്ട്സ് കിട്ടും, ഹൗസ് ഹോൾഡ് ഐറ്റം കിട്ടും, കിച്ചൺ ഐറ്റംസ് കിട്ടും. ഇനിയിപ്പോ വേണ്ട ഗാർഡൻ ഐറ്റംസ് വേണമെന്നുണ്ടെങ്കിൽ അത് കിട്ടും. അതുപോലെ തന്നെ ലിക്കർ കിട്ടും, സോഫ്റ്റ് ഡ്രിങ്ക്സ് കിട്ടും, കൂൾ ഡ്രിങ്ക്സ് കിട്ടും, ഫുഡ് കിട്ടും, മീറ്റ് കിട്ടും, എല്ലാ സാധനം. ഒരു ഇപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാര് സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ആദ്യം പറയും മാളെന്ന് പറഞ്ഞാൽ ലുലു മാളെന്ന് പറയും. എന്ന് അത്രയ്ക്ക് അറിവുള്ളത് കൊണ്ട് ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് വിവരിക്കേണ്ട കാര്യമില്ല. കാരണം ഇതൊക്കെ കണ്ടിട്ടായിരിക്കാം യൂസഫ് അലി സാറ് ലുലു മാളൊക്കെ അത്ര രീതിയിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതേപോലെ തന്നെയാണ് ലിഡിലിന്, എല്ലാ ലിഡിലിന്റെ ബ്രാഞ്ചസിനും ഒരേ പാറ്റേൺ, ഒരേ രീതിയാണ്. അത്യാവശ്യം ഉം, സ്റ്റീവിന് ഒരു ഔട്ടിങ്ങിനൊക്കെ ഏറ്റവും പറ്റിയ സ്ഥലമാണ്. കാരണം വെച്ചാൽ അവൻ ഒത്തിരി കണ്ട് കേട്ടുമൊക്കെ പോകാനായിട്ട് നല്ലൊരു ഏരിയ ആണ്. പിന്നെ നമ്മുടെ വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ കൂടുതലും മേടിക്കുന്നത് ലിഡിലിൽ നിന്നാണ്. ലിഡിൽ പ്ലസ് എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷൻ വഴി നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോഴെല്ലാം നമുക്ക് പോയിന്റ്സ് ആഡ് ആവും. പിന്നെ അതേപോലെ റിഡീം ആക്കാൻ പറ്റും. അതേപോലെ തന്നെ ലിഡിലിൽ ഒരുപാട് ഓഫർ വരും. അപ്പൊ അതിന്റെ പ്രൊമോഷൻസ് നമ്മളുടെ മെയിലിലും അല്ലെങ്കിൽ നമ്മളുടെ മെസ്സേജ് ആയിട്ടും നമുക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടും. അപ്പൊ നമുക്ക് ഇതിന്റെ പുതിയ പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതിനകത്തിലെ ഒരു പ്രധാന തിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ഇറങ്ങാൻ തോന്നത്തില്ല, അത്രയ്ക്ക് സാധനങ്ങളുണ്ട്. നമുക്ക് നമ്മൾ അഥവാ വീട്ടിൽ നിന്ന് ലിസ്റ്റ് എടുക്കാൻ മറന്നാൽ പോലും ഇവിടെ കയറി വരുമ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മ വരും. ആ ഒരു പാറ്റേൺ ആണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ആ കളർ കോഡ് തന്നെ ഗ്രീനകത്താണ് ലിഡിലിന്റെ ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. എന്തോ എനിക്ക് തോന്നുന്നു, ഐ തിങ്ക് ഇറ്റ് മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കും നമ്മുടെ ഒന്നും മറന്നു പോകത്തില്ല. ലിഡിലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഈ മറന്നുപോയ സാധനം വരെ ഓർത്ത് മേടിക്കും എന്നുള്ളതാണ്. എന്തായാലും ടീം ബാസ്കറ്റിൽ കയറിയിരുന്ന് വളരെ ഹാപ്പി ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ടായിരുന്നു. ആ, എന്തായാലും അതിന് സെറ്റ്. അതിന് പിന്നെ ഈ പച്ചക്കറിയോട് വലിയ കാര്യമാണ്. പച്ചക്കറിയാണ് കൂടുതലും പുഴുങ്ങി കൊടുക്കുന്നത്. അങ്ങനെ പിന്നെ ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, എസ്കലേറ്റർ പോലെ ഒരു സാധനത്തിനകത്ത് നമ്മൾ നമ്മുടെ സാധനങ്ങളെല്ലാം വെക്കുന്നു, ക്യാഷ് കൗണ്ടറിലേക്ക് അതിങ്ങനെ നീങ്ങി നിരങ്ങി പോകുന്നു. പിന്നെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് ഒരു ഇപ്പൊ മറ്റൊരാളുടെ സാധനം ഇരിക്കുവാണെങ്കിൽ അതിന്റെ നടുക്കായിട്ട് ഒരു ബ്ലോക്കർ വെക്കുന്നു. അത് കഴിഞ്ഞതിന് ശേഷം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നമ്മുടെ സാധനങ്ങളെല്ലാം സെലക്ട് ചെയ്ത് അവരുടെ കമ്പ്യൂട്ടറിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞതിന് ശേഷം എത്ര രൂപയാന്ന് പറയുന്നത്, എത്ര രൂപയാന്ന് പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ ആ പൈസ കൊടുക്കുന്നു. പൈസ കൊടുത്തിട്ട് നമ്മൾ നമ്മളുടെ സാധനങ്ങൾക്ക് ഇപ്പം ലിഡിലിന്റെ കവർ മേടിക്കണം എന്നുണ്ടെങ്കിൽ ഏകദേശം 5 യൂറോ, 7 യൂറോ ഒക്കെ ആയിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ 2 യൂറോ ആയിരിക്കാം. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു വലിയ ഷോപ്പിംഗ് ബാഗ് മേടിക്കണം എന്നുണ്ടെങ്കിൽ, ഷോപ്പിംഗ് ബാഗ് വേണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ വീട്ടിൽ നിന്ന് കരുതിക്കൊണ്ട് വന്ന് ആ ബാസ്ക്കറ്റിനകത്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ സാധനം എല്ലാം സെറ്റ് ചെയ്ത് വീട്ടിൽ പോകുന്നു. ഓക്കെ, ബൈ.